ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കിഡിലൻ ഡ്രിങ്ക് ആണ്. ചൂടും ദാഹവും ക്ഷീണവും വിശപ്പും ഒരുപോലെ ശമിപ്പിക്കാൻ പറ്റിയ ഈ ഒരു കിഡിലൻ ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഇഫ്താർ ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം നമുക്കൊരു പാത്രം ഒന്ന് ചൂടാക്കിയെടുക്കാം. പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള ഓട്സ് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ഈ പാത്രത്തിലേക്ക് 4 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള ഓട്സ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് അളവിലുള്ള ഡ്രിങ്ക്സിലേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള ഓട്സ് എന്ന ലെവലിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഓട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഓട്സ് ഒട്ടും തന്നെ കരിഞ്ഞു പോവാതെ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഓട്സ് ഒട്ടും തന്നെ കരിഞ്ഞു പോവാതെ 2 മിനിറ്റ് നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഓട്സ് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ ഓട്സ് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഓട്സ് മുഴുവനായിട്ടും ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് ഒരു 8 മൈസൂർ പഴം ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. മൈസൂർ പഴം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം മാത്രമേ നല്ല ടേസ്റ്റ് ഈ ഒരു ഡ്രിങ്ക്സിന് കിട്ടുകയുള്ളൂ. അടുത്തതായി നമുക്കിതിലേക്ക് ഒരു 8 ഈത്തപ്പഴം കുരു കളഞ്ഞ് ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കുക. അതിനുശേഷം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിലുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്കിതിലേക്ക് ഒരു അല്പം മാത്രം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മുടെ ഡ്രിങ്ക്സിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി 1 ടീസ്പൂൺ അളവിലുള്ള വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് കയ്യിലില്ലാത്തവരാണെങ്കിൽ ഒരു 2-3 ഏലക്ക ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 4-5 ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. മുഴുവനായിട്ടും പാലല്ല, പകുതി പാലും പകുതി വെള്ളവും കൂടി തിളപ്പിച്ച ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പാലും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഡ്രിങ്ക്സ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഫിൽറ്ററിലൂടെ നന്നായിട്ട് അരിച്ചെടുത്ത ശേഷമാണ് നമ്മൾ ഈ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഇഫ്താർ ഡ്രിങ്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഈ ഒരു ഡ്രിങ്ക്സിൻ്റെ മുകളിലായിട്ട് നമുക്കിനി കുറച്ച് ബ്ലാക്ക് കസ്കസ് കൂടി ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പം നമ്മുടെ ചൂടും ദാഹവും ക്ഷീണവും വിശപ്പും ഒരുപോലെ ശമിപ്പിക്കാൻ പറ്റിയ നല്ല കിഡിലൻ ഡ്രിങ്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കരുത്. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.